ഇത് ഐറ്റി പാലമാണ്. പുതിയ ബൈപ്പാസ് പാലത്തിൻ്റെ അടിയിലാണ് കാണുന്നത്. ഇത്രയും മണ്ണ് കൂന കൂട്ടി വെച്ചിരിക്കുന്നത് ബൈപ്പാസിന് പണി വന്ന ശേഷമാണ് ഈ പാറകൾ അടുക്കിച്ചിരിക്കുന്നത്. ഇത് വെള്ളം പോകാനുള്ള ഒരു സൗകര്യം ഇതിനകത്തില്ല. കണ്ട, മൊത്തം അടഞ്ഞു വെച്ചിരിക്കുക. ഇത് തോണ്ടി മാറ്റാൻ ഉദ്യോഗസ്ഥന്മാരുടെ പാട്ട് ആരും കേട്ടിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥന്മാർ കാണാത്ത രീതിയിലാണ് പോകുന്നത്. കണ്ട, ഇല്ല, ഒരു മഴ ഇപ്പം അടുത്തങ്ങോട്ട് മഴയാണ് പെയ്യാൻ പോകുന്നത്. ഈ മഴയത്ത് ഈ വെള്ളം പോകണമെങ്കിൽ ഈ മണ്ണ് മുഴുവനും ഇവിടുന്ന് മാറണം. കണ്ടോ, ഇത് കണ്ടോ, ഫുള്ള് മണ്ണ് കോരി വെച്ചിരിക്കുക. എന്താ ഇതൊന്ന് വൃത്തിയാക്കാൻ ഒരു ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടില്ല. ഇവരിക്കും നോക്കണം, സൈഡുകളെല്ലാം ഇടിഞ്ഞ് വെള്ളം പോകാത്ത രീതിയിലാണ്. ഇപ്പം അങ്ങോട്ട് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ശക്തമായ മഴ വന്നാൽ ഇത് മൊത്തം നിറയും. ഇത് വെള്ളം പോകാത്ത രീതി താഴെ നമ്മളെ മേളത്തെ ഭാഗങ്ങളെല്ലാം ഉള്ള കംപ്ലീറ്റ് വീട്ടുകളിൽ വെള്ളം കയറുന്നതാണ്. കണ്ടോ, ഇത് അധികാരപ്പെട്ടവരൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ പരമാവധി നിങ്ങളൊന്ന് എത്തിക്കണം അവരെ മുമ്പില്ലെന്ന്. ഇതല്ല ഐറ്റി ജംഗ്ഷനിൽ പാലത്തിൻ്റെ അടിയാണത്, ബൈപ്പാസ് പാലത്തിൻ്റെ അടിയിലാണ്. ഇത്രയും മണ്ണ് കോരി വെച്ചിരിക്കുക. ഈ മണ്ണ് മൊത്തം നീക്കം ചെയ്തെങ്കിൽ ഈ മഴ വന്നു കഴിഞ്ഞാൽ മൊത്തം വെള്ളം കയറി വീട്ടിൽ. ഇത് നോക്ക്, ഒരു ബൈപ്പാസ് പാലത്തിൻ്റെ അടിയാണ് കാണുന്നുണ്ട. ഇത് നീക്കം ചെയ്തിട്ടില്ല ഇവർക്ക്. മാലിന്യം അതിനപ്പുറത്ത്. ഉണ്ടോ? അതേപോലെ തന്നെ ഈ ബൈപ്പാസിൻ്റെ നമ്മളിപ്പോൾ ഓട പണിഞ്ഞിട്ടിരിക്കുന്നത് ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിലാണ്. ഈ ഓടയിൽ നിന്ന് വന്ന വെള്ളം മൊത്തം ആ വീട്ടിനകത്താണ് കയറുന്നത്. അവിടെ കിടപ്പ് രോഗി 4 പേരുള്ള വീടാണ്. ഇതുണ്ട, ഈ മണ്ണ് മഴയത്ത് ഒലിച്ച് കമ്പിട്ട് ഇറങ്ങി വരികയാണ്. ഇതൊന്നും നീക്കം ചെയ്തിട്ടില്ല. ഇത് ഐറ്റി പാലമാണ്. പുതിയ ബൈപ്പാസ് പാലത്തിൻ്റെ അടിയിലാണ് കാണുന്നത്. ഇത്രയും മണ്ണ് കൂന കൂട്ടി വെച്ചിരിക്കുന്നത് ബൈപ്പാസിന് പണി വന്ന ശേഷമാണ് ഈ പാറകൾ അടുക്കിച്ചിരിക്കുന്നത്. ഇത് വെള്ളം പോകാനുള്ള ഒരു സൗകര്യം ഇതിനകത്തില്ല. കണ്ട, മൊത്തം അടഞ്ഞു വെച്ചിരിക്കുക. ഇത് തോണ്ടി മാറ്റാൻ ഉദ്യോഗസ്ഥന്മാരുടെ പാട്ട് ആരും കേട്ടിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥന്മാർ ഇത് കാണാത്ത രീതിയിലാണ് പോകുന്നത്. കണ്ട, ഇല്ല, ഒരു മഴ ഇപ്പം അടുത്തങ്ങോട്ട് മഴയാണ് പെയ്യാൻ പോകുന്നത്. ഈ മഴയത്ത് ഈ വെള്ളം പോകണമെങ്കിൽ ഈ മണ്ണ് മുഴുവനും ഇവിടുന്ന് മാറണം. കണ്ടോ, ഇത് കണ്ടോ, ഫുള്ള് മണ്ണ് കോരി വെച്ചിരിക്കുക. എന്താ ഇതൊന്ന് വൃത്തിയാക്കാൻ ഒരു ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടില്ല. ഇവരിക്കും നോക്കണം, സൈഡുകളെല്ലാം ഇടിഞ്ഞ് വെള്ളം പോകാത്ത രീതിയിലാണ്. ഇപ്പം അങ്ങോട്ട് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ശക്തമായ മഴ വന്നാൽ ഇത് മൊത്തം നിറയും. ഇത് വെള്ളം പോകാത്ത രീതി താഴെ നമ്മളെ മേളത്തെ ഭാഗങ്ങളെല്ലാം ഉള്ള കംപ്ലീറ്റ് വീട്ടുകളിൽ വെള്ളം കയറുന്നതാണ്. കണ്ടോ, ഇത് അധികാരപ്പെട്ടവരൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ പരമാവധി നിങ്ങളൊന്ന് എത്തിക്കണം അവരെ മുമ്പില്ലെന്ന്. ഇതല്ല ഐറ്റി ജംഗ്ഷനിൽ പാലത്തിൻ്റെ അടിയാണത്, ബൈപ്പാസ് പാലത്തിൻ്റെ അടിയിലാണ്. ഇത്രയും മണ്ണ് കോരി വെച്ചിരിക്കുക. ഈ മണ്ണ് മൊത്തം നീക്കം ചെയ്തെങ്കിൽ ഈ മഴ വന്നു കഴിഞ്ഞാൽ മൊത്തം വെള്ളം കയറി വീട്ടിൽ. ഇത് നോക്ക്, ഒരു ബൈപ്പാസ് പാലത്തിൻ്റെ അടിയാണ് കാണുന്നുണ്ട. ഇത് നീക്കം ചെയ്തിട്ടില്ല ഇവർക്ക്. മാലിന്യം അതിനപ്പുറത്ത്. ഉണ്ടോ? അതേപോലെ തന്നെ ഈ ബൈപ്പാസിൻ്റെ നമ്മളിപ്പോൾ ഓട പണിഞ്ഞിട്ടിരിക്കുന്നത് ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിലാണ്. ഈ ഓടയിൽ നിന്ന് വന്ന വെള്ളം മൊത്തം ആ വീട്ടിനകത്താണ് കയറുന്നത്. അവിടെ കിടപ്പ് രോഗി 4 പേരുള്ള വീടാണ്. ഇതുണ്ട, ഈ മണ്ണ് മഴയത്ത് ഒലിച്ച് കമ്പിട്ട് ഇറങ്ങി വരികയാണ്. ഇതൊന്നും നീക്കം ചെയ്തിട്ടില്ല. ഇത് നോക്ക്, ഈ സൈഡ് വാൾ മൊത്തം ഇടിഞ്ഞുകൊണ്ട് ആറ്റി കിടക്കുക. ആറ്റിൻ്റെ പഴയ വീതിയിലും ഒരു 10-1 ഇപ്പോഴത്തെ വീതി. വേണ്ട, പഴയ എല്ലാം അടഞ്ഞ് ഇത്രയുള്ള വീതി. ഈ വീതിക്ക് എന്തുമാത്രം വെള്ളം പോകുന്നു നോക്കെ സാറേ. ആറ്റിൽ പാലത്തിനടിയാന്ന് നോക്കും, വെള്ളം പോകുന്നതുണ്ട. ഇത്രയേ വെള്ളം പോകുന്നത്. ഈ പോകുന്ന വെള്ളം ഇത്രയേ പോകുന്നുള്ളൂ. ഇത് നോക്കണം. പരമാവധി ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. പരമാവധി നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. വേണ്ട, റോഡ് നടുക്ക് കിടക്കുന്ന ബൈപ്പാസ് പാലത്തിനടിയിൽ കിടക്കുന്ന മണ്ണാണ്. ഇതൊക്കെ മാറ്റാതെ ഈ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം ഇവിടെ നിന്ന് മാറത്തില്ല. ഇത് മൊത്തം ഒഴുകി നിറയെ ചെയ്യേണ്ട ഒരു വീട്ടിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ടാ ഇതൊരു വീടാണ്. ഇതിൻ്റെ മേളിൽ ഇവിടെ ഓട കൊണ്ട് വെച്ചിരുന്ന ആ വീട്ടിൻ്റെ വെറും ഫ്രണ്ടിൽ, വാതിലിൻ്റെ ഫ്രണ്ടിലാണ് ആ ഓട വെച്ചിരിക്കുന്നത്. അത് മൊത്തം വെള്ളം ആ വീട്ടിനകത്താണ് കയറുന്നത്. ആ കിടപ്പ് രോഗമുള്ളത്. ഇതിൻ്റെ അധികാരപ്പെട്ടവരൊന്ന് കാണണം. അത് കണ്ടിട്ട് ചെയ്യുന്ന മാർഗ്ഗങ്ങളൊന്നും നോക്കണം. അതല്ല
ഫ്രണ്ടിലാണ് ഈ വെള്ളത്തിൻ്റെ ഓട വന്ന് കിടക്കുന്നത്. ആ വെള്ളം മൊത്തം വീട്ടിനകത്താണ് കയറുന്നത്. പിന്നെ അതുകൂടാതെ റോഡിൽ നിന്നുള്ള വെള്ളം മൊത്തവും വീട്ടിനകത്തോട്ട് ഇറങ്ങി അതും വീട്ടിനകത്താണ് കിടക്കുന്നത്. എല്ലാം ഞാൻ വീഡിയോ കോൾ വിളിച്ച് സാറിനെ കാണിച്ചതാണ്. സാറ് വന്ന് കണ്ടതാണ്. ഒരു വർഷം മുന്നേ ഈ ഓട കെട്ടി അന്ന് തൊട്ടൊക്കെ നമ്മളെ വീട്ടിൽ ഇടങ്ങേറുകളാണ്. വെള്ളം മൊത്തം വന്ന് വേസ്റ്റുകളെല്ലാം സർവ്വമാന വേസ്റ്റ് ഇതിനകത്താണ് വന്ന് കയറുന്നത്. ഇതിനകത്തോട്ട് വന്ന് വയ്യാത്തൊരു മോനുണ്ട്, വയസ്സ് 90 വയസ്സുള്ളൊരു വാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, 3 പേരെ നോക്കേണ്ടത് ഞാനാണ്. രോഗങ്ങൾ വരും. ആറ്റിലാണെങ്കിൽ അതിനേം കൈ വേസ്റ്റ്. എല്ലാം കൂടെ എങ്ങനെയെങ്കിലും അധികാരികളൊന്ന് കണ്ണ് തുറന്ന് ഇതൊന്ന് റെഡിയാക്കി തരണം. ഇത് കണ്ടായിരുന്നു അയത്തിൽ ജംഗ്ഷനിലാണ്. അയത്തിൽ ജംഗ്ഷൻ ബൈപ്പാസിൻ്റെ ഫ്രണ്ടിലാണ്. അതേണ്ട ആ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഈ വാതിലിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഓട തുറന്നു വച്ചിരിക്കുന്നത്. അതായത് മൊത്തം വെള്ളം വരുന്നത് ഈ പയ്യെ ഓടയ്ക്കകത്തൂടെ, ഈ ഓടയ്ക്കകത്തൂടെ വരുന്ന വെള്ളമാണ് ഈ വീട്ടിനകത്ത് കയറുന്നത്. ഇത് നോക്ക്, ഈ സൈഡ് വാൾ മൊത്തം ഇടിഞ്ഞുകൊണ്ട് ആറ്റി കിടക്കുക. ആറ്റിൻ്റെ പഴയ വീതിയുടെ ഒരു 10-1 ഇപ്പോഴത്തെ വീതി വേണ്ട. പഴയ എല്ലാം അടഞ്ഞ് ഇത്രയുള്ള വീതി. ഈ വീതിക്ക് എന്തുമാത്രം വെള്ളം പോകുന്നു നോക്കേ സാറേ. ആറ്റിൽ പാലത്തിനടിയാൻ നോക്ക്, വെള്ളം പോകുന്നതുണ്ട. ഇത്രയാണ് വെള്ളം പോകുന്നത്. ഈ പോകുന്ന വെള്ളം ഇത്രയേ പോകുന്നുള്ളൂ. ഇത് നോക്കണം. പരമാവധി ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. പരമാവധി നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. വേണ്ട, റോഡ് നടുക്ക് കിടക്കുന്ന ബൈപ്പാസ് പാലത്തിനടിയിൽ കിടക്കുന്ന മണ്ണാണ്. ഇത് മാറ്റാതെ ഈ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തവും ഇവിടെ നിന്ന് മാറത്തില്ല. ഇത് മൊത്തം ഒഴുകി നിറയെ ചെയ്യേണ്ട ഒരു വീട്ടിൻ്റെ ഭാഗങ്ങളാണ്. വേണ്ട, ഇതൊരു വീടാണ്. ഇതിൻ്റെ മേളിൽ ഇവിടെ ഓട കൊണ്ട് വെച്ചിരുന്ന ആ വീട്ടിൻ്റെ വെറും ഫ്രണ്ടിൽ വാതിലിൻ്റെ ഫ്രണ്ടിലാണ് ആ ഓട വെച്ചിരിക്കുന്നത്. അത് മൊത്തം വെള്ളം ആ വീട്ടിനകത്താണ് കയറുന്നത്. ആ കിടപ്പ് രോഗമുള്ളത്. ഇതിൻ്റെ അധികാരപ്പെട്ടവരൊന്ന് കാണണം. അത് കണ്ടിട്ട് ചെയ്യുന്ന മാർഗങ്ങളൊന്നും നോക്കണം. അതല്ല ഫ്രണ്ടിലാണ് ഈ വെള്ളത്തിൻ്റെ ഓട വന്ന് കിടക്കുന്നത്. ആ വെള്ളം മൊത്തം വീട്ടിനകത്താണ് കയറുന്നത്. പിന്നെ അതുകൂടാതെ റോഡിൽ നിന്നുള്ള വെള്ളം മൊത്തവും വീട്ടിനകത്തോട്ട് ഇറങ്ങി അതും വീട്ടിനകത്താണ് കിടക്കുന്നത്. എല്ലാം ഞാൻ വീഡിയോ കോൾ വിളിച്ച് സാറിനെ കാണിച്ചതാണ്. സാറ് വന്ന് കണ്ടതാണ്. ഒരു വർഷം മുന്നേ ഈ ഓട കെട്ടി അന്ന് തൊട്ടൊക്കെ നമ്മളെ വീട്ടിൽ ഇടങ്ങേറുകളാണ്. വെള്ളം മൊത്തം വന്ന് വേസ്റ്റുകളെല്ലാം സർവ്വമാന വേസ്റ്റ് ഇതിനകത്താണ് വന്ന് കയറുന്നത്. ഇതിനകത്തോട്ട് വന്ന് വയ്യാത്തൊരു മോനുണ്ട്, വയസ്സ് 90 വയസ്സുള്ളൊരു വാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, 3 പേരെ നോക്കേണ്ടത് ഞാനാണ്. രോഗങ്ങൾ വരും. ആറ്റിലാണെങ്കിൽ അതിനേം കൈ വേസ്റ്റ്. എല്ലാം കൂടെ എങ്ങനെയെങ്കിലും അധികാരികളൊന്ന് കണ്ണ് തുറന്ന് ഇതൊന്ന് റെഡിയാക്കി തരണം. ഇത് കണ്ടായിരുന്നു അയത്തിൽ ജംഗ്ഷനിലാണ്. അയത്തിൽ ജംഗ്ഷൻ ബൈപ്പാസിൻ്റെ ഫ്രണ്ടിലാണ്. അതേണ്ട ആ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഈ വാതിലിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഓട തുറന്നു വച്ചിരിക്കുന്നത്. അതായത് മൊത്തം വെള്ളം വരുന്നത് ഈ പയ്യെ ഓടയ്ക്കകത്തൂടെ, ഈ ഓടയ്ക്കകത്തൂടെ വരുന്ന വെള്ളമാണ് ഈ വീട്ടിനകത്ത് കയറുന്നത്.